ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പല കാരണങ്ങളാൽ എനിക്കിടാൻ പറ്റിയില്ല. ഇനി എന്തായാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് എനിക്ക് മെസ്സേജുകൾ ഇടുന്നുണ്ട്. ഹാവ്ഗ്ലോ ടാബ്ലറ്റിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ പാടുണ്ടോ, ഞങ്ങൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എത്ര നാൾ വരെ നമ്മളിത് കഴിക്കണം, എന്തെങ്കിലും സൈഡ് എഫക്റ്റുകളുണ്ടോ, ഇത് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാൻ ഓൾറെഡി ആ ലോങ് വീഡിയോയിൽ കാര്യമായിട്ട് തന്നെ വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും പലരും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഹാവ്ഗ്ലോ ടാബ്ലറ്റ് തന്നെ കഴിക്കണമോ, പകരം വേറെ ഏതെങ്കിലും ഗ്ലൂട്ടാത്തോൺ കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും റിസൾട്ടിന് വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഹാവ്ഗ്ലോ ടാബ്ലറ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം അതിൽ ഗ്ലൂട്ടാത്തോൺ മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി സിംറ്റംസ് അനുഭവിക്കുന്നവർക്ക് അവരുടെ നംനെസ്സിനും കാലിലെ മരവിപ്പിനും വേദനയ്ക്കും കുറച്ച് ആഘാതം കുറയ്ക്കുവാനും സിംറ്റംസിന് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മോളിക്യൂൾസും ഈ പറഞ്ഞ ഹാവ്ഗ്ലോയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരാൾ എന്നോട് അതിൻ്റെ റിസൾട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മെഡിസിനെ പറ്റി നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി നിങ്ങൾ നിർബന്ധത്താൽ കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് ചെയ്യണമെന്നും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സുകളുടെ കുറവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സുകൾ നിങ്ങൾക്ക് എടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നിങ്ങൾ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിൻ്റെ സംശയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ ഞാൻ എന്താണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്നുള്ളതും എല്ലാവർക്കും ഇത് കഴിക്കാമോ, ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ആൻറ്റി ഓക്സിഡൻ്റ് എന്താണെന്നുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസുകളെ, അതായത് ഉയർന്നിരിക്കുന്ന ഫ്രീ റാഡിക്കൽസുകൾ കാരണം കോശങ്ങൾക്കുണ്ടാകുന്ന ഡാമേജ് അഥവാ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന കോശങ്ങളുടെ ഡാമേജിനെ നിയന്ത്രിക്കുവാനും അത് കുറയ്ക്കുവാനും അതിൽ നിന്നുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുണ്ടാകുന്ന മറ്റ് രോഗാവസ്ഥകളെ തടയുവാനായിട്ടാണ് ശരിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നത്. സ്വാഭാവികമായിട്ട് അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഉണ്ടാകാം, വൈറ്റമിൻ ഇ ഉണ്ടാകാം, സെലിനിയം ഉണ്ടാകാം, അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിൻ ഉണ്ടാകാം, പിന്നെ ഉയർന്നതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തോണും അടങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ ഈ ഗ്ലൂട്ടാത്തോൺ അടങ്ങിയിട്ടുള്ള സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻറ്റ് നിങ്ങൾ എടുക്കണമോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നൊരു മരുന്നല്ല. മറ്റ് വൈറ്റമിൻസുകൾ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിങ്ങൾ എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമൈൻ, ഗ്ലൈസിൻ, സിസ്റ്റീൻ എന്നീ 3 അമിനോ ആസിഡുകൾ ചേർന്നതാണ് ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കലുകൾ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്? വ്യായാമം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം തന്നെ ഫ്രീ റാഡിക്കലുടെ ഉൽപ്പാദനം കൂട്ടുകയും അത് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സമ്മർദ്ദം കൊണ്ടും പരിസ്ഥിതിപരമായിട്ട് മലിനീകരണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, കെമിക്കൽ പരമായിട്ടുള്ള പുകപടലങ്ങളിലേക്കുള്ള നമ്മുടെ സമ്മർദ്ദം, UV എക്സ്പോഷൻ, അൾട്രാവയലറ്റ് രശ്മി പോലെയുള്ള സൂര്യൻ്റെ ആഘാതമേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകൾ കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ ഫ്രീ റാഡിക്കലുകൾ ഒരു പരിധി വിട്ട് അതിന് സ്വന്തമായിട്ട് സന്തുലനാവസ്ഥ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളിലേക്കാണ് ഇത് നയിക്കപ്പെടുന്നത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ബോഡിയിലേക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ വരുവാനും വിട്ടുമാറാത്ത രോഗാവസ്ഥയിലേക്കുള്ള ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അവസ്ഥകളിൽ ഗ്ലൂട്ടാത്തോൺ ചെയ്യുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറച്ചുകൊണ്ട് സെൽ മൈറ്റോകോൺട്രിയെ സംരക്ഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്രീ റാഡിക്കൽ കൂടുന്നതിനനുസരിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുകയും പിന്നെ രോഗാവസ്ഥകൾ വരികയാണ് ചെയ്യുന്നത്. വാർദ്ധക്യ സംബന്ധമായ പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണിക്കുവാനാണ് തുടങ്ങുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഡാമേജ് ഉണ്ടാകുക, നമ്മുടെ കൊഴുപ്പുകളിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ, നമ്മുടെ ലിവറിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ കാരണം ആവശ്യമായ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കുമ്പോൾ ഇൻസുലിൻ പ്രതിരോധം എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഗുണങ്ങളാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ പ്രതിരോധത്തിന് എതിരെ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാനും സോറിയാസിസ് പോലുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുവാനും
നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് പോലുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങളെ, അതായത് രക്തത്തിലെ ബിലിറുബിൻ, എൻസൈം, പ്രോട്ടീനിന്റെയൊക്കെ അളവുകൾ നിയന്ത്രിക്കുവാനും മെച്ചപ്പെടുത്തുവാനായിട്ട് ഗ്ലൂട്ടാത്തോയിൻ സഹായിക്കുന്നുണ്ട്. ഇതിലൂടെ കരളിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് ഗ്ലൂട്ടാത്തോയിൻ സഹായിക്കുന്നുണ്ട്. ഓവർഡോസ് ആയിട്ട് അസിറ്റമിനോഫെൻ, പാരസെറ്റമോൾ എന്ന് പറയുന്ന ഡോളോയുടെ മെയിൻ മോളിക്യൂളാണ് അസിറ്റമിനോഫെൻ എന്ന് പറയുന്നത്. പാരസെറ്റമോൾ ഓവർ ഡോസ് ആയിട്ട് എടുക്കുമ്പോൾ അത് നമ്മുടെ കരളിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ കരളിന്റെ പ്രവർത്തനത്തെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് N-acetylcysteine എന്ന് പറയുന്ന ടാബ്ലറ്റ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തോയിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ കരളിന്റെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. പെരിഫറൽ ആർട്ടറി ഡിസീസ്, ധമനികൾ ബ്ലോക്ക് ആകുന്നതിലൂടെ നമ്മുടെ കാലുകളിലേക്കുള്ള രക്തയോട്ടം നിൽക്കുമ്പോഴത്തേക്ക് ചിലർക്ക് നടക്കാനോ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് പോലുള്ള രോഗത്തിന് ഗ്ലൂട്ടാത്തോയിൻ പോലുള്ള മെഡിസിനുകൾ കൊടുത്ത് ആർട്ടറിയുടെ ഫംഗ്ഷനെ കൂടുതലും ഉത്തേജിപ്പിക്കുവാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കൊണ്ട് അവർക്ക് ദീർഘനേരം കൂടുതലായിട്ട് നടക്കുവാനായിട്ട് ഈ മെഡിസിൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം ഗ്ലൂട്ടാത്തോയിൻ എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ടാബ്ലറ്റ് കഴിക്കേണ്ടതാണ്. ഡോക്ടർ പറയുന്ന കാലയളവിൽ മാത്രം എടുക്കുവാൻ ശ്രദ്ധിക്കണം. ഗ്ലൂട്ടാത്തോയിൻ ഡെയിലി എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ചില സമയങ്ങളിൽ ഗ്ലൂട്ടാത്തോയിൻ ചിലർ 1000 mg വരെ ഡെയിലി എടുക്കാറുണ്ട്. എന്നാൽ ചെറിയ അളവിൽ എടുക്കുന്നതിലൂടെ കുറച്ച് കാലത്തേക്ക് എടുക്കുമ്പോൾ യാതൊരുവിധ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ നിരന്തരമായിട്ട് എടുക്കുന്നതിലൂടെ ചിലർ വയറിലൊരു ഡിസ്കംഫോർട്ടബിൾ ഉണ്ടാകുക, വയറുവേദന ഉണ്ടാകുക, ശ്വാസതടസ്സം ഉണ്ടാകുന്ന അവസ്ഥ, ചിലർക്ക് അലർജി, ചുണങ്ങ് പോലുള്ള പാർശ്വഫലങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. വലിയ MGകളിൽ നിങ്ങൾ ആന്റി ഓക്സിഡന്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തോയിൻ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ നിങ്ങൾ നിരന്തരമായിട്ട് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് പലതരത്തിലുള്ള രോഗത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താൽ ഒരിക്കലും ഗ്ലൂട്ടാത്തോയിൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തോയിൻ നമ്മൾ നിർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെയും നമ്മൾ ഡാർക്ക് സ്കിന്നിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടാത്തോയിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഗ്ലൂട്ടാത്തോയിൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് മെലാനോസൈറ്റിൽ നിന്ന് മെലാനിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഗ്ലൂട്ടാത്തോയിൻ സഹായിക്കുന്നത്. അതിന് അങ്ങനെ ഒരു ഫംഗ്ഷനും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗ്ലൂട്ടാത്തോയിൻ പോലെയുള്ള ടാബ്ലറ്റ് ആന്റി ഓക്സിഡന്റുകൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് സ്കിൻ വൈറ്റനിങ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ ഗ്ലൂട്ടാത്തോയിൻ നിർത്തുമ്പോൾ മെലാനിന്റെ പ്രൊഡക്ഷൻ വീണ്ടും പഴയ രീതിയിലാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഗ്ലൂട്ടാത്തോയിൻ്റെ ടാബ്ലറ്റ് നിങ്ങൾ എത്ര നാൾ വരെ കഴിക്കുന്നോ അതിനനുസരിച്ചാണ് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിലേക്ക് പോകുന്നത്. നിങ്ങളിത് നിർത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂട്ടാത്തോയിൻ അടങ്ങിയ വെജിറ്റബിൾസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാരത്തിൻ്റെ കൂടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ ലെവലിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള രോഗത്തിന് മരുന്നെടുക്കുന്നവർ, കീമോതെറാപ്പി പോലുള്ള രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ഗ്ലൂട്ടാത്തോയിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഗ്ലൂട്ടാത്തോയിൻ്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിന്റെ എഫക്റ്റ് നിങ്ങളുടെ ബ്ലഡിൽ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൂട്ടാത്തോയിൻ ടാബ്ലറ്റ് 500 mg എടുക്കുന്നവർ അതിന്റെ ഒപ്പം തന്നെ വൈറ്റമിൻ C എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റും കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കൃത്യമായിട്ട് ബ്ലഡ് സെൽസിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് ഗ്ലൂട്ടാത്തോയിൻ ചെയ്യുന്നത് നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമൂലമാണ് നമ്മുടെ സ്കിന്നിൽ വൈറ്റനിങ് കാണിക്കുന്നത്. സൺ എക്സ്പോഷർ ഏൽക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ SPF 30ക്ക് മുകളിലായിട്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിമ്പിൾസ് ആക്റ്റീവ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ചില മരുന്നുകൾ കാരണം ഗ്ലൂട്ടാത്തോയിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നുണ്ട്. മരുന്നുകൾ കാരണവും മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുവാനാണ് സാധ്യത. ഹോർമോൺ ഡിസീസുകളായിട്ടുള്ള അഡിസൺ ഡിസീസ് പോലുള്ള രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അളവ് കൂടുതലാണെങ്കിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷന്റെ അവസ്ഥയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ശരീരത്തിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്. നിങ്ങൾ എത്രത്തോളം സൂര്യനുമായിട്ട് ഡയറക്റ്റ് സമ്പർക്കത്തിൽ നിൽക്കുമോ അത്രത്തോളം നിങ്ങളുടെ ശരീരത്തിൽ മെലാനിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ചില ഗർഭനിരോധന മരുന്നുകൾ സ്ഥിരമായിട്ട് എടുക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവുകൾ കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഗ്ലൂട്ടാത്തോയിൻ നിർത്തിയാലും ഇത്രയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മെലാനിൻ്റെ അബ്സോർപ്ഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടാകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഗ്ലൂട്ടാത്തോയിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
ആ വീഡിയോ ഞാൻ ഹാവ് ഗ്ലോ ടാബ്ലറ്റിൻ്റെ ഫുൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതായിരിക്കും. ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിലും ഗ്ലൂട്ടാതയോൺ ആണെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇത് ഓവറായിട്ട് നിങ്ങൾ കുറേ കാലത്തേക്ക് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് നിൽക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ സ്കിന്നിൽ പല വേരിയേഷനുകൾ കാണിക്കാൻ തുടങ്ങും. സ്കിൻ ഡിസീസുകൾ അല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഡോക്ടറുടെ നിർദ്ദേശത്താൽ തന്നെ ഗ്ലൂട്ടാതയോൺ എത്ര നാളത്തേക്ക് എടുക്കണമെന്നുള്ളത് നിങ്ങൾ ഡോക്ടറിൻ്റെ സഹായം തേടുക തന്നെ വേണം. ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ് നിങ്ങൾക്ക് ഹാവ് ഗ്ലോ ടാബ്ലറ്റ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഗ്ലൂട്ടാതയോൺ 500 mg മാത്രം അടങ്ങിയിട്ടുള്ള മറ്റ് നല്ല ബ്രാൻഡുകൾ ഫാർമസികളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.